കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടിട്ട് ഒരു പതിറ്റാണ്ട് തികയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഭരണം തിരിച്ചുപിടിച്ചില്ലെങ്കിലും കാര്യങ്ങൾ കഷ്ടത്തിലാകുമെന്ന് ഉറപ്പിച്ചാണ് കണക്കില്ലാത്ത കാശുകൊടുത്ത് കനകോലുവിനെ കൊണ്ട് തന്ത്രങ്ങൾ മെനയിച്ചത്. നേതൃത്വങ്ങളെ അടിമുടി മാറ്റണമെന്ന് കനകോലു നിർദ്ദേശിച്ചതോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു തുടങ്ങി. 900 ഗ്രൂപ്പുള്ള കോൺഗ്രസിൽ പിന്നെ ഓരോരുത്തരും ഓരോ പാർട്ടിയായി. ജില്ലാ അധ്യക്ഷന്മാരിൽ തങ്ങൾക്ക് പങ്കുവേണമെന്ന് ആളുവീതമുള്ള ഗ്രൂപ്പുകൾ വാദമുയർത്തി. എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ഇഷ്ടക്കാരുടെ പട്ടികയുമായി ദില്ലിയിലേക്ക് വണ്ടി കയറിയ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും പക്ഷേ ദില്ലിയിൽ MP-മാർ ചെക്കുവെച്ചു. കൂടിയാലോചനയില്ലാതെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും PC വിശ്വനാഥും എഴുതി തയ്യാറാക്കിയ പട്ടിക അംഗീകരിക്കില്ലെന്ന് MP-മാർ നിലപാടെടുത്തു. അധികാര കസേരയില്ലാതെ കോൺഗ്രസ് നിലനിൽപ്പില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഹൈക്കമാൻഡിനെ കണ്ട് കാര്യം ബോധിപ്പിക്കാൻ ആളുവീതം ഫ്ലൈറ്റും പിടിച്ച് ദില്ലിക്ക് വണ്ടി കയറുകയാണ്. നേതാക്കളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പ്രതിസന്ധിയുണ്ടായേക്കുമെങ്കിലും വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീര് വിറ്റ് പിരിച്ചുണ്ടാക്കിയ കാശുള്ളതുകൊണ്ട് ദില്ലിയിലെ കറക്കത്തിനും ലക്ഷറി താമസത്തിനുമൊന്നും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് KPCC ഉറപ്പാക്കിയിട്ടുണ്ട്.